നമസ്കാരം. പാചകവാതക ക്ഷാമത്തിന്റെ മറവിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് പരക്കെ വില വർധന. ഹോട്ടലുകളിലും ബേക്കറികളിലും മറ്റും ഭക്ഷ്യവിഭവങ്ങൾക്ക് തോന്നുന്ന വില ഈടാക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. കോവിൽക്കടവിൽ 80 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഊണിന് ഇപ്പോൾ 100 രൂപയാണ് ഈടാക്കുന്നത്. കൂടുതൽ ചിലവുള്ള പൊറോട്ടയ്ക്കും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മീനിനും മാംസ്യവിഭവങ്ങൾക്കും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വർദ്ധിപ്പിച്ച നിരക്കിലാണ് വില വാങ്ങുന്നതെങ്കിലും വിഭവങ്ങളുടെ അളവിലും കുറവ് വരുത്തുന്നതായുള്ള പരാതികളും ഉയരുന്നുണ്ട്. പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുന്നില്ലെന്നും അമിത വില നൽകി മറ്റു മാർഗങ്ങളിലാണ് സിലിണ്ടറുകൾ സംഘടിപ്പിക്കുന്നതെന്നും ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്നുമാണ് സ്ഥാപന ഉടമകളിൽ ചിലർ ന്യായീകരണം. പാചകവാതക ക്ഷാമം രൂക്ഷമാണെന്ന് പരക്കെ പരാതി ഉയരുമ്പോഴും കരിഞ്ചന്തയിൽ സിലിണ്ടറുകൾ സുലഭമായി ലഭിക്കുന്നുണ്ടെന്നാണ് സൂചന. തങ്ങൾ കൃത്യമായ ഇടവേളകളിൽ സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് ഗ്യാസ് ഏജൻസി നടത്തിപ്പുകാർ നൽകുന്ന വിവരം. ഗ്യാസ് വിതരണ വാഹനം എത്തുമ്പോൾ ഒരാൾ തന്നെ 10-ലേറെ സിലിണ്ടറുകൾ സ്വന്തമാക്കി ജീപ്പുകളിലും ഓട്ടോകളിലും മറ്റും കയറ്റിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ സിലിണ്ടറുകൾ സ്വന്തമാക്കുന്നവർ 1500 രൂപ മുതൽ 1800 രൂപ വരെ ഈടാക്കിയാണ് കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നത്. ഇത്രയധികം സിലിണ്ടറുകൾ എങ്ങനെ കരിഞ്ചന്തയിൽ എത്തുന്നു എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഗ്യാസ് ഏജൻസി ജീവനക്കാരാണ് ഇത്തരം ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.